നമസ്കാരം. യുദ്ധകാണ്ഡത്തെക്കുറിച്ചും യുദ്ധത്തിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ചും എല്ലാം പ്രഭാഷക ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. 2015 ഒരു ചിന്തിക്കാനുള്ളൊരു കണക്കെടുപ്പുണ്ടായിരുന്നു. അതിതായിരുന്നു: ഭാരതത്തിൽ 2015 ഹിന്ദു മുസ്ലിം കലാപത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളത് ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു. അപ്പോൾ ടോട്ടൽ 105 പേരാണ്. 600-നടുത്ത് കലാപങ്ങൾ, കൃത്യമായ സംഖ്യ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ മറന്നുപോയി. 600-നടുത്ത് ചെറിയ വലുതുമായ കലാപങ്ങൾ, അതിൽ മരിച്ചത് 105 പേരാണ്. എന്നാൽ ആ വർഷം കുടുംബ വഴക്കിൽ ഭാരതത്തിൽ 12,500 ആളുകൾ മരിച്ചിരുന്നു. 12,500-ലധികം ആളുകൾ. മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ മരിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ജ്യേഷ്ഠൻ അനുജനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളിൽ ലോകത്ത് ഓരോ ദിവസവും മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്? നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, അല്ലെങ്കിൽ 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം, ഇത് മാത്രമാണോ യുദ്ധം? ഓരോ ദിവസവും ഇത്ര പേർ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ മരിക്കുന്നുവെങ്കിൽ ഈ യുദ്ധം പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയും ആസുരിക ശക്തിയും തമ്മിലുള്ള സംഘർഷമാണ്. അതിലേതാണ് ജയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുക. കാരണം മനുഷ്യന് ഇത് രണ്ടും ജന്മനാ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം എന്നീ ആസുരിക വികാരങ്ങളും സത്യം, ധർമ്മം, സ്നേഹം, നീതി, ദയാ, സഹതാപം, കാരുണ്യം, ആർദ്രത തുടങ്ങിയ ദൈവിക വികാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് 16-ാമത്തെ അധ്യായമായ ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അതിൽ വളരെ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച, യജ്ഞ, സ്വാധ്യായസ്തപാർജവം തുടങ്ങിയ ആ 3 ശ്ലോകങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട, നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപകരിക്കുന്ന 26 ദൈവിക ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവിക ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും എല്ലാ ദിവസവും സംഘർഷം ഉണ്ടാവും. നമുക്ക് അങ്ങേയറ്റം കോപമുണ്ടാകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അത് കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ഓഫീസിലായിരിക്കാം. ഈ സമയത്ത് നാം സ്വീകരിക്കുന്ന നിലപാടുകളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ളൊരു സംഘർഷം 1-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് വാക്കുകൾ കൊണ്ടുള്ളൊരു സംഘർഷമായിരുന്നു. പരശുരാമൻ ഉപയോഗിച്ച വാക്കുകളെല്ലാം വളരെ കടുപ്പമേറിയതും ദാർഢ്യം നിറഞ്ഞതൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെല്ലാം ശ്രീരാമൻ കൊടുക്കുന്ന മറുപടി എത്ര സുന്ദരമായിരുന്നു. ഒടുവിൽ പരശുരാമന് മനസ്സിലാകുന്നു ഈ രാമനും രണ്ടല്ല എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമന്വയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഈ മനസ്സിൽ നടക്കുന്ന, നമ്മുടെ എല്ലാ ദിവസവും നമുക്കുള്ളിൽ നടക്കുന്ന ഈ സംഘർഷങ്ങളിൽ ആര് വിജയിക്കുന്നു എന്നതാണ് നമ്മുടെ സ്വസ്ഥതയും ശാന്തിയുടെ എല്ലാ അടിസ്ഥാനം. നമ്മുടെ മനസ്സിൽ വിജയിക്കുന്നത് അസുരനാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്നും അശാന്തിയായിരിക്കും. നമ്മുടെ ഉള്ളിൽ വിജയിക്കുന്ന ദേവനാണെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ കുടുംബത്തിൻ്റെ ശാന്തി നമ്മുടെ ഗ്രാമത്തിൻ്റെയും, ഗ്രാമങ്ങളുടെ ശാന്തി രാഷ്ട്രത്തിൻ്റെയും മാറുന്നു. നമ്മൾ പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന അശാന്തി ലോകത്തിലെ 110-ാമത്തെ നിലയുടെ 80-ാമത്തെ നിലക്ക് കൊണ്ടുപോയിട്ട് വിമാനം ഇടിപ്പിച്ചു. ഒസാമ ബിൻ ലാദൻ്റെ ഉള്ളിലുണ്ടായ അശാന്തി. ഒരു വ്യക്തിയുടെ അശാന്തി ലോകത്തിൻ്റെ അശാന്തിയായി തീർന്നു. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് തുടർന്ന് അതിൻ്റെ പേരിൽ മരണപ്പെട്ടത്? എത്ര ബോംബുകളാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വർഷിച്ചത്? ഇപ്പോഴും താലിബാനിസത്തിൽ നിന്ന് അവർ മോചിതരായിട്ടില്ല. ഇത് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായ അശാന്തിയാണ്. എന്നാൽ 100 വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ശാന്തി അമേരിക്കയുടെ മൊത്തം ശാന്തിയായിട്ട് മാറി. അപ്പം ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ യുദ്ധകാണ്ഡം നമ്മെ പഠിപ്പിക്കുന്നു. യുദ്ധം ഒഴിവാക്കാൻ സാധ്യമേയല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പ്രബലമായ 2 യുദ്ധം ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 വർഷം മുമ്പ് തുടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധവും 6 മാസം മുമ്പ് തുടങ്ങിയ ഹമാസ് എന്ന ഭീകരപ്പടയെ ഇല്ലാതാക്കുന്ന ഇസ്രായേലിൻ്റെ യുദ്ധവും. 1-ാം ലോക മഹായുദ്ധം 39 മുതൽ 45 വരെ 1 കോടി ആളുകൾ മരിച്ചു, 1 കോടിയിൽ പരം. 1-ാം ലോക 14 മുതൽ 19 വരെ, 2-ാം ലോക മഹായുദ്ധം 39 മുതൽ 45 വരെ. എത്ര കോടിക്കണക്കിന് ആളുകളാണ് മരിച്ചത്? അതിനു മുമ്പ് നമ്മൾ ഏതെല്ലാം യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടു. അതിൽ വളരെ പ്രഗത്ഭമായ ധർമ്മത്തിന് വേണ്ടി നടന്നൊരു യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധമെങ്കിൽ തൻ്റെ സഹധർമ്മിണിയെ വീണ്ടെടുക്കുക മാത്രമല്ല, പരപുരുഷൻ്റെ ഭാര്യയെ ആഗ്രഹിച്ച് അവളെ ബലാത്കാരേണ തട്ടിക്കൊണ്ടുപോയ അധർമ്മിയെയും അവൻ്റെ വംശത്തെയും നിഗ്രഹിച്ച് അതേ വംശത്തിൽ പിറന്ന വിഭീഷണൻ്റെ കയ്യിൽ സ്വർണ്ണമയൂര ലങ്ക ഏൽപ്പിക്കണമെന്ന കാലത്തിൻ്റെ നിയോഗം രാമൻ്റെ കയ്യിലായിരുന്നു.
നമ്മളെല്ലാം നിയോഗങ്ങൾക്ക് ബലപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിയോഗങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പം നിങ്ങൾക്ക് നിയോഗങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ മാറി നിന്നാലും ഇല്ലെങ്കിലും ഒരു ദിവസം മരണം എന്നതുപോലെ നമ്മളെ തേടി വരുന്നതാണ് നിയോഗങ്ങൾ. അപ്പം രാമന്റെ നിയോഗമായിരുന്നു ഭൂമിദേവി ഗോമാതാവിന്റെ രൂപത്തിൽ ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. അധർമ്മികളാൽ ഭൂമിയുടെ ഭാരം വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിയുടെ ബാഹ്യമായ വെയിറ്റ് കൂടിയെന്നാണ് മനസ്സിലാക്കേണ്ടതല്ല. അധർമ്മം കൂടുമ്പോൾ രാഷ്ട്രത്തിന്റെ സ്വൈരം പോകും. നിങ്ങളുടെ ഗ്രാമം, നിങ്ങൾ 1000 വീടുകൾ താമസിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ നിന്നൊരു കള്ളനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥമാകും. 10 വീടുകളിൽ കള്ളൻ കയറി എന്നറിഞ്ഞാലോ നമ്മൾ വീടുകളുടെ ബലപ്പെടുത്തുന്നു, പട്ടിയെ വളർത്തുന്നു, CCTV വെക്കുന്നു, എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ അശാന്തി ഉണ്ടായപ്പോൾ ആ ഗ്രാമം മുഴുവൻ അശാന്തമായി. അങ്ങനെ ഭൂമിയുടെ ഭാരം അധർമ്മികളാൽ വർദ്ധിക്കപ്പെട്ടപ്പോഴാണ് അതിന് പരിഹാരമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച് ഈ അധർമ്മികളെയെല്ലാം നിഗ്രഹിക്കുവാൻ യുദ്ധം അനിവാര്യമായി വന്നു. ആ യുദ്ധത്തിൽ ആരായിരുന്നു രാമന്റെ സഹപടയാളികൾ? വാനരന്മാരായിരുന്നു, ഒട്ടും അനുസരണ ഇല്ലാത്തവരായിരുന്നു. പക്ഷെ അതുകൊണ്ട് മഹാസംഘടനയുണ്ടാക്കി. അപ്പൊ രാമൻ എന്നും എക്കാലത്തും മികച്ച സംഘാടകനാണ്. ഏറ്റവും നിസ്സാരതയിൽ നിന്ന് മഹാസംഘടന. വീരശിവാജിയും വീരപഴശ്ശിയും എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ വനവാസി സഹോദരങ്ങളെ ഉപയോഗിച്ച് മഹാസംഘടന തന്നെയാണ്. അപ്പം ഇതെല്ലാം നമ്മെ 1000 തത്വങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധകാന്ഡം വായിച്ചാൽ വീട്ടിൽ യുദ്ധമുണ്ടാകും. അതുകൊണ്ട് ഹിന്ദുക്കൾ രാമായണം വായിക്കുമ്പോൾ യുദ്ധകാന്ഡത്തെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പലരും അത് സീരിയസ് ആണെന്ന് കരുതി ഒഴിവാക്കിയവരാ. പിന്നെ പറഞ്ഞു സന്ധ്യക്ക് വായിക്കരുത്, ഹനുമാൻ പിണങ്ങും. അപ്പോൾ പിന്നെ നമ്മളിത് എപ്പോൾ വായിക്കും? പിന്നെ ഉത്തരകാന്ഡം വായിക്കരുത്, ഒരുപാട് സങ്കടം ഉണ്ടാവും. അപ്പോൾ യുദ്ധകാന്ഡം വായിക്കണം, നിർബന്ധം. നമ്മൾ യുദ്ധകാണ്ഡത്തിൽ തുടങ്ങിയില്ലേ? യുദ്ധകാന്ഡം വായിക്കുന്നത് എല്ലാ യുദ്ധങ്ങളെയും ഒഴിവാക്കാനാണ്. ഈ യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ രാവണന്? എത്ര നല്ല മകനായിരുന്നു ഇന്ദ്രജിത്ത്. ദേവേന്ദ്രനെ ജയിച്ചൊരു മോനുണ്ടായിരുന്നില്ലേ, മേഘനാഥൻ. അവനെങ്ങനെ ഇന്ദ്രജിത്ത് എന്ന് പേര് വന്ന്? ദേവേന്ദ്രനെ പോലും ജയിക്കുവാൻ കഴിയുന്ന ആ മകൻ രാമന്റെ ബാണമേറ്റ് ചുമ്മാ ചത്തുപോയില്ലേ? ലക്ഷ്മണ ബാണമേറ്റ് ചത്തുപോയില്ലേ? ആലോചിച്ച് നോക്കൂ. കുംഭകർണനിൽ ഒരുപാട് നന്മകളുണ്ടായിരുന്നു. പക്ഷേ വരം ചോദിച്ചപ്പോൾ വാക്കിലൊരു പിഴ വന്നു പോയി. വാക്കിലെ പിഴയുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? അതിനു മുമ്പ് അക്ഷയകുമാരൻ ഇളയ മോനായിരുന്നു, ഹനുമാനാണ് കൊല്ലുന്നത്. ഈ മരണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം എന്താ? ആലോചിച്ച് നോക്കൂ. ചെറിയ ഒരു ദൗർബല്യം, രാവണന്റെ ഉള്ളിലെ ചെറിയ ഒരു ദൗർബല്യം രാവണന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി. അത് നമ്മുടെയും ജീവിതത്തിൽ ബാധകമാണ്. ചെറിയ ചെറിയ ദൗർബല്യങ്ങൾ നമ്മളെ ആകെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. ഇത് രാവണൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഏതൊരു രാമന്റെ ഭാര്യ ആഗ്രഹിച്ചോ, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതാരാണെന്ന് കൂടി നോക്കണം. നമ്മൾ ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. സംപ്രേരണ, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഇങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി അടിക്കണം. പക്ഷെ രണ്ടാമത്തേതുണ്ട്, അത് സങ്കല്പ. അടിക്കുന്നവൻ ആരാ? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെക്കാൾ 2 ഇരട്ടി ശക്തിയുള്ളവനെ കയറി തല്ലിയാലോ പിന്നെ ആള് ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. അപ്പൊ സംപ്രേരണ, സങ്കല്പം, ത്വര. എന്ത് കളി കളിച്ചാലും കുഴപ്പമില്ല, ജയം നമ്മുടേതായിരിക്കണം. അപ്പം ജയിക്കുന്ന കളിയെ കളിക്കാവൂ, തോക്കുന്ന കളി കളിക്കരുത്. സഹജക്രിയ, അതായത് ഇങ്ങോട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. സഹജക്രിയ. വജ്രാഘാതം, അധികം ഇടിക്കേണ്ടി വരരുത്, ഒരു ഇടി കൊണ്ട് കാര്യം സാധിക്കണം. ചമത്കാരം, ഇടിക്കുന്ന സ്റ്റൈല് കണ്ടിട്ട് തല്ലാൻ വന്ന 10 പേര് ഓടണം. ഇതൊരു ഫൈറ്റിങ്ങിലെ നിയമമാണെങ്കിലും ഇത് ജീവിതത്തിലെ നിയമമാണ്. എന്തിനോടും സമീപിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. രാവണൻ കൃത്യമായിട്ട് രാമനെ കുറിച്ച് മനസ്സിലാക്കിയില്ല. 72 മിനിറ്റ് കൊണ്ട് ഗർണടക്കം 14,000 രാക്ഷസന്മാരെ കൊന്നു തള്ളിയവനാണ് ഈ രാമനെന്നറിഞ്ഞിട്ടും രാമന്റെ ഭാര്യയെ മോഹിച്ചു എന്ന് പറയുമ്പോൾ ഈ രാവണൻ എത്രമാത്രം വിഡ്ഢിയാണ്. എന്നിട്ട് രാവണനെ ധീരനാണെന്ന് മഹാരാജാസ് കോളേജിൽ പറയുന്നു. ധീരന്മാര് സന്യാസ രൂപത്തിലാണോ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകാൻ പോവാ? നേരിട്ട് ചെല്ലണ്ടേ? ഞാൻ രാവണനാണെന്ന് പറഞ്ഞു ചെല്ലണ്ടേ? സന്യാസിയുടെ രൂപത്തിൽ പോയപ്പോഴല്ലേ സീതാദേവി കാൽക്കൽ നമസ്കരിച്ചത്? അപ്പോൾ അവിടെ ഒരിക്കലും ധീരനായിരുന്നില്ല, എന്നാൽ കാമഭ്രാന്തനായിരുന്നു. പരസ്ത്രീകളെ മോഹിച്ചിരിക്കുന്നു, അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നിരുന്നു. രാവണന്റെ അന്തപുരത്തിലെ സ്ത്രീകളെക്കുറിച്ച് രാമായണത്തിൽ വലിയ വിസ്താരമുണ്ട്. ഇതെല്ലാം വലിയ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ യുദ്ധകാന്ഡം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ യുദ്ധത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തണം. രക്തത്തിന്റെ ദൂഷ്യം കൊണ്ട് ശരീരത്തിന്റെ പുറത്തുണ്ടാകുന്ന ചൊറിച്ചലിനെ ഓയിൽമെന്റ് കൊണ്ട് മാറ്റാം, പക്ഷെ താൽക്കാലികമാണ്. രക്തത്തിനാണ് ദൂഷ്യമെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ഭിഷഗ്വരൻ ചികിത്സ നടത്തുന്നത് രക്തത്തിലായിരിക്കും. അപ്പൊ കാരണത്തെ ചികിത്സിക്കണം, കാര്യത്തെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചൊറിച്ചലാണ്, കാരണം രക്തമാണ്. അപ്പൊ രക്തത്തിന്റെ ദൂഷ്യമെങ്കിൽ അതിനാണ് ചികിത്സ.
അപ്പൊ ഇവിടെ യുദ്ധകാന്ഡം വായിക്കുമ്പോൾ യുദ്ധത്തിലേക്ക് നയിച്ചതും സർവ്വതും നഷ്ടപ്പെടുവാൻ രാവണന് കാരണമായതും എന്തായിരുന്നു എന്ന കാരണത്തെ കണ്ടെത്തി പരിഹരിച്ചാൽ ഈ കാരണങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ എല്ലാം മനസ്സുകളിൽ, പലരുടെയും മനസ്സുകളിൽ നിലനിൽക്കുന്നു. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ ആസുരീയ വികാരങ്ങളും സത്യം, ധർമ്മം, സ്നേഹം, നീതി, ദയ, സഹതാപം, കാരുണ്യം, ആർദ്രത തുടങ്ങിയ ദൈവിക വികാരങ്ങളും ഓരോ മനുഷ്യന്റെ ഉള്ളിൽ മാറി മറഞ്ഞു വരുന്നത് കൊണ്ട് ഈ സാധനാ പദ്ധതികളെല്ലാം തന്നെ, രാമായണ പാരായണവും പ്രഭാഷണവും എല്ലാം തന്നെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുവാനുള്ള വഴിയായിട്ട് അതിനെ കാണുക. അവിടെയാണ് യുദ്ധകാന്ഡം നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും. ഈ ഒരു ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ തൃശ്ശൂർ ജില്ലാ സമിതിക്ക് ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം.